പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഭരണത്തിൽ നിന്നും പുറത്തായതിനു ശേഷം 2023 ഓഗസ്റ്റ് മുതൽ വിവിധ കേസുകളെ തുടർന്ന് ജയിൽവാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇക്കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാനെ അൽ ഖാദർ ട്രസ്റ്റ് ഭൂമി കേസിൽ പാകിസ്ഥാൻ അഴിമതി വിരുദ്ധ കോടതി 14 വർഷത്തെ തടവിനും വിധിച്ചിരിക്കുകയാണ്. ഇമ്രാൻഖാനെ കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷ്ര ബീബിക്കും 7 വർഷം തടവ് കോടതി വിധിച്ചു. ജയിൽ ശിക്ഷയ്ക്ക് പുറമെ ഇമ്രാൻഖാന് 1 മില്യൺ രൂപയും ബുഷ്ര ബീബിക്ക് $500,000 രൂപയും പിഴയും ചുമത്തിയിട്ടുണ്ട്. പിഴയടയ്ക്കാത്ത പക്ഷം ഇമ്രാൻഖാന് 6 മാസവും ബുഷ്ര ബീബിക്ക് 3 മാസവും അധിക തടവും അനുഭവിക്കേണ്ടി വരും. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അൽ ഖാദർ സർവകലാശാല സ്ഥാപിച്ചതിനെ തുടർന്ന് പൊതുഖജനാവിൽ നിന്ന് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന കേസിലാണ് ഏറ്റവും ഒടുവിൽ വിധി വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2023 ഡിസംബറിൽ ദേശീയ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ ഇമ്രാൻഖാനും ഭാര്യയ്ക്കും ഒപ്പം മറ്റ് 6 പേർക്കെതിരെയും ഫയൽ ചെയ്ത കേസിലാണ് ഇക്കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിയും ഒഴികെ ബാക്കി 4 പേർ വിദേശത്താണുള്ളത്. അതിനാൽ തന്നെ വിചാരണയും നടത്തിയിട്ടില്ല. ഈ കേസിലെ വിധിക്ക് പിന്നാലെ ബുഷ്ര ബീവിയെ കോടതിക്കുള്ളിൽ നിന്നും അറസ്റ്റും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇമ്രാൻഖാൻ മറ്റ് കേസുകളിൽപ്പെട്ട് ഇപ്പോഴും ജയിലിലാണുള്ളത്. ഈ വിധി ജുഡീഷ്യറിയുടെ പ്രശസ്തിക്ക് കളങ്കം വരുത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എനിക്ക് പ്രയോജനമോ സർക്കാരിന് നഷ്ടമോ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരാശ്വാസവും വേണ്ട. എല്ലാ കേസുകളും നേരിടും. ഇതിനു പിന്നിൽ ഒരു സ്വേച്ഛാധിപതിയാണ്. കോടതി വിധിക്ക് പിന്നാലെ ഇമ്രാൻഖാൻ ഇത്തരത്തിൽ പ്രതികരിച്ചതായി അദ്ദേഹത്തിന്റെ പാർട്ടിയായ തെഹ്രീക് ഇ ഇൻസാഫ് അഥവാ PTI പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം 72-കാരനായ ഇമ്രാൻഖാനെ പ്രതിയാക്കി നിരവധി കേസുകളും നടപടികളും നിലവിലെ പാകിസ്ഥാൻ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തോഷഖാന റഫറൻസ് കേസ്. ഇമ്രാൻഖാൻ നിയമവിരുദ്ധമായി രാജ്യത്തെ സമ്മാനങ്ങൾ വിറ്റുവന്ന ആരോപണങ്ങളാണ് തോഷഖാന റഫറൻസ് കേസിന് ആധാരം. ഇതേ തുടർന്ന് പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇമ്രാൻഖാനെ ഒരു ടേമിലേക്ക് പൊതുപദവികളിൽ നിന്ന് അയോഗ്യനാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം 2023 മെയ് മാസത്തിൽ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ പാലാ മിലിറ്ററി സേന അഴിമതി കുറ്റത്തിന് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് പാകിസ്ഥാനിലുടനീളം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. അതോടൊപ്പം ലെറ്റർ ഗേറ്റ് കേസിൽ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചതിന് 2024 ആരംഭത്തിൽ ഇമ്രാൻഖാനെ 10 വർഷം തടവിന് ശിക്ഷിക്കുകയുണ്ടായി. ഇതിനൊക്കെ പുറമെ ബുഷ്ര ബീവിയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹം ഇസ്ലാമിക വിവാഹ നിയമം ലംഘിച്ചാണ് നടത്തിയതെന്ന മറ്റൊരു കേസും ഇമ്രാൻഖാനെതിരെ ഉയർന്നിരുന്നു. ഈ കേസിൽ ഇമ്രാൻഖാനെ 7 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ഈ ശിക്ഷ പിന്നീട് റദ്ദാക്കുകയാണ് ഉണ്ടായത്. 2023 പാകിസ്ഥാനിൽ നടന്ന കലാപത്തിൽ ഇമ്രാൻഖാന്റെ അനുയായികളും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിലും അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. 2018 ഓഗസ്റ്റ് മുതൽ 2022 ഏപ്രിൽ വരെ പാകിസ്ഥാന്റെ 22ാമത് പ്രധാനമന്ത്രിയായിരുന്നു ഇമ്രാൻഖാൻ. 1952 ഒക്ടോബർ 5 അന്നത്തെ പഞ്ചാബിലെ ലാഹോറിലാണ് ഇമ്രാൻഖാൻ ജനിച്ചത്. ലാഹോറിലെ ഐച്ച്സൺ കോളേജിലും പിന്നീട് ഓക്സ്ഫോർഡിലെ കെബിൾ കോളേജിലും പഠിച്ച അദ്ദേഹം തത്വശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ ബിരുദം നേടി. പിന്നീട് അദ്ദേഹം ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായി തീർന്നു. 1971 മുതൽ 1992 വരെ പാകിസ്ഥാൻ ദേശീയ ടീമിനായി കളിച്ച അദ്ദേഹം 1992 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ പാകിസ്ഥാൻ ടീമിലെ പ്രധാന അംഗമായിരുന്നു. 88 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 362 വിക്കറ്റുകളും 175 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 182 വിക്കറ്റുകളും ഇമ്രാൻഖാൻ വീഴ്ത്തി. ക്രിക്കറ്റിൽ സജീവമായിരിക്കുന്നതിനിടെ 1990കളുടെ അവസാനത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് 1996 പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് അഥവാ PTI പാർട്ടി സ്ഥാപിച്ചു. 2002 പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 2007 വരെ പാർലമെന്റ് അംഗമായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് 2013 ഇമ്രാൻഖാൻ ദേശീയ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവാവുകയുണ്ടായി. 2018 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ PTI പാർട്ടിയാണ് വിജയിച്ചത്. അങ്ങനെ അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി തീർന്നു. പിന്നീട് അദ്ദേഹത്തിനെതിരെ അഴിമതി, സാമ്പത്തിക ദുർവിനിയോഗം, സ്വേച്ഛാധിപത്യം തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെടെ നിരവധി വിവാദങ്ങൾ ഉയർന്നു.
2022 ഏപ്രിലിൽ ഇമ്രാൻഖാൻ ദേശീയ അസംബ്ലിയിൽ അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കി. ഇതിനിടെ 2022 നവംബർ 3 പഞ്ചാബിലെ വസീറാബാദിൽ നടന്ന ഒരു റാലിക്കിടെ ഇമ്രാൻഖാന് നേരെ വധശ്രമമുണ്ടായി. അന്ന് ഇമ്രാൻഖാന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഒരു തോക്കുധാരി വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേൽക്കുകയും ഉണ്ടായി. ഇത്തരത്തിലെല്ലാം സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം തടവിലായിരിക്കുന്നത്. അൽ ഖാദർ സർവകലാശാല കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിധിയും കൂടി വന്നതോടെ അദ്ദേഹത്തിന്റെ ജയിൽവാസകാലം ഇനിയും നീളും. വാർത്തയുടെ നിറം തേടി തനിനിറം.